ഹലോ. ഈ ക്വസ്റ്റ്യനിൽ ഒരു ഹെക്സഗണൽ പ്രിസമാണുള്ളത്. ആ ഹെക്സഗണൽ പ്രിസം ഒരു സിലിണ്ടറിന്റെ മുകളിലാണ് നമ്മൾ വെക്കുന്നത്. സിലിണ്ടറിന്റെ ഡയമെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സിലിണ്ടറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 60 mm ആണ്, അതായത് റേഡിയസ് ഒരു 30 mm വരും. പിന്നെ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ആ സിലിണ്ടറിന്റെ ഹൈറ്റ് 20 mm ആണ്. പിന്നെ അതിന്റെ മുകളിലാണ് സെൻട്രലായിട്ട് നമ്മളൊരു ഹെക്സഗണൽ പ്രിസം വെക്കുന്നത്. ആ ഹെക്സഗണൽ പ്രിസത്തിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ സൈഡ് എഡ്ജ് എന്ന് പറയുന്നത് 20 mm, ഹൈറ്റ് 40 mm ആണ്. സോ ഇതിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ടോപ്പ് വ്യൂ നമ്മൾ വരയ്ക്കണം. ആ ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു സിലിണ്ടറിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഒരു സർക്കുലർ ഷേപ്പ് ആയിരിക്കും. പിന്നെ ഒരു ഹെക്സഗണൽ പിരമിഡിന്റെ ഹെക്സഗണൽ പ്രിസത്തിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഒരു ഹെക്സഗൺ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു സർക്കിൾ വരയ്ക്കണം, പിന്നെ ഒരു ഹെക്സഗൺ വരയ്ക്കണം. ഈ സർക്കിളിന്റെയും ഹെക്സഗണിന്റെയും സെന്റർ സെയിം ആയിരിക്കണം. ഓക്കെ, കാരണം പ്ലേസ്ഡ് സെൻട്രലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വരയ്ക്കേണ്ടത്. പിന്നെ ഡയമെൻഷൻ കറക്റ്റ് ആയിരിക്കണം. സർക്കിളിന്റെ ഡയമീറ്റർ 60 mm, അപ്പോൾ റേഡിയസ് 30 mm. പിന്നെ ഹെക്സഗണിന്റെ ഡയമെൻഷൻ ഒരു എത്രയാണ്, 20 ആണ് അതിന്റെ ബേസ് എഡ്ജ് എന്ന് പറയുന്നത്. സോ ആ ബേസ് എഡ്ജ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യണം. ആദ്യം ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹെക്സഗൺ ഞാൻ കൺസ്ട്രക്ട് ചെയ്യാണ്. ഹെക്സഗൺ 20 mm വരുന്ന ഹെക്സഗൺ ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം വാട്ട് ഐ എം ഡൂയിങ് ഈസ് ഇതിന് സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ആ സെൻറ്ററിൽ വെച്ചുകൊണ്ട് ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ് ഓഫ് 30 mm റേഡിയസ്. ഇപ്പം എൻ്റെ ടോപ്പ് വ്യൂ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഐസോമെട്രിക് വ്യൂ വരയ്ക്കാം. ഞാൻ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുകയാണ്. ഓക്കെ, ഐസോമെട്രിക് വ്യൂ വരച്ചതിന് ശേഷം ഞാൻ ആ ഫ്രണ്ട് വ്യൂ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഐസോമെട്രിക് വ്യൂ വരയ്ക്കാനായിട്ട് ഫ്രണ്ട് വ്യൂ വരയ്ക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ആദ്യം തന്നെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ എക്സാമിന് ടൈം അനുസരിച്ച് വേണമെങ്കിൽ ആദ്യം ഐസോമെട്രിക് വ്യൂ വരച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ട് വ്യൂ വരച്ച് കംപ്ലീറ്റ് ചെയ്താലും മതി. പക്ഷേ മൂന്നും വരച്ചിരിക്കണം, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ഐസോമെട്രിക് വ്യൂ. അപ്പോൾ ഐസോമെട്രിക് വ്യൂവിൽ ഏറ്റവും താഴെ ഇരിക്കുന്ന സിലിണ്ടറാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. സോ സിലിണ്ടറിന്റെ ടോപ്പും ബോട്ടം നമുക്കറിയാം, അതൊരു സർക്കുലർ ഷേപ്പാണ്. പക്ഷേ ഐസോമെട്രിക് വ്യൂവിൽ വരുമ്പോൾ അതൊരു എലിപ്റ്റിക്കൽ ഷേപ്പായിട്ട് മാറും. അപ്പോൾ മുകളിലും താഴെയും സർക്കിൾ ഉണ്ട്, അതായത് സിലിണ്ടറിന്റെ മുകളിലും താഴെയും സർക്കിൾ ഉണ്ട്. ആൻഡ് ആ സിലിണ്ടറിന്റെ ഹൈറ്റ് 20 mm ആണ്. അപ്പോൾ ഈ സർക്കിൾ എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ ഷേപ്പായി മാറും ഐസോമെട്രിക് വ്യൂവിൽ. അപ്പോൾ ആ മുകളിലത്തെയും താഴത്തെയും എലിപ്സ് ആണ് നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത്. സോ അത് വരയ്ക്കാനായിട്ടുള്ള പ്രൊസീജിയർ നമുക്കറിയാം. 30 ഡിഗ്രി ലൈൻ, ഈ ഒരു സർക്കിളിനെ അല്ലെങ്കിൽ ഈ സർക്കിളിന് ചുറ്റും നമ്മളൊരു സ്ക്വയർ ബോക്സ് വരച്ചു കഴിഞ്ഞാൽ ആ സ്ക്വയർ ബോക്സിന്റെ ഡയമെൻഷൻ ഈ ഔട്ടറിൽ നിങ്ങൾ കാണുന്നത്, ഞാനിപ്പോൾ കർസറിൽ വെച്ചിരിക്കുന്ന ഈ ഔട്ടറിൽ കാണുന്ന ഈ സർക്കിളിന് ചുറ്റും ഒരു സ്ക്വയർ ബോക്സ് വരയ്ക്കും. ആ സ്ക്വയർ ബോക്സിന്റെ ഡയമെൻഷൻ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഡയമീറ്ററിന് തുല്യമായിരിക്കും, അതായത് 60 mm ആയിരിക്കും. സോ ആ 60 mm വരുന്ന സ്ക്വയർ ബോക്സിനെയാണ് ഞാൻ ഇനി റൊട്ടേറ്റ് ചെയ്ത് വരയ്ക്കാൻ പോകുന്നത്. സോ 30 ഡിഗ്രി ഡയറക്ഷനിൽ 2 ലൈൻസ് ഞാൻ വരച്ചു. ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് 2 30 ഡിഗ്രി ലൈൻസ് ഞാൻ വരച്ചു. അത് വരച്ചതിന് ശേഷം അതിനകത്ത് ഞാൻ 60 mm മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ അനദർ 2 30 ഡിഗ്രി ലൈൻ മുകളിൽ വരച്ചു. എന്നിട്ട് ഞാനത് ക്ലോസ് ചെയ്തു. ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു പാരലോഗ്രാം കിട്ടി. ഈ പാരലോഗ്രാമിൻ്റെ ഈ ഒരു സൈഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് 60 mm ആയിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു ഈസ് ആ ലൈൻസ് ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി ഇതിൽ ഞാൻ എൻ്റെ എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. സോ എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ഒരു പാരലോഗ്രാം വരച്ചല്ലോ, ഇതേപോലെ ഒരു പാരലോഗ്രാം എനിക്ക് മുകളിലും വരയ്ക്കേണ്ടി വരും. കാരണം ഈ താഴത്തെ പാരലോഗ്രാം എനിക്ക് താഴത്തെ എലിപ്സ് വരയ്ക്കാനും മുകളിലത്തെ പാരലോഗ്രാം എനിക്ക് മുകളിലത്തെ എലിപ്സ് വരയ്ക്കാനും യൂസ് ചെയ്യാം. അപ്പോൾ 20 mm ഹൈറ്റ് ഞാൻ കൊടുത്തിട്ട് മുകളിലൊരു പാരലോഗ്രാം കൂടെ ഞാൻ കൺസ്ട്രക്ട് ചെയ്യാണ്. ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് എനിക്ക് വയ്ക്കാം. ഇപ്പോൾ താഴെ വരച്ചിരിക്കുന്ന ആ പാരലോഗ്രാം താഴത്തെ എലിപ്സിനും മുകളിൽ കിട്ടിയിരിക്കുന്ന ഈ പാരലോഗ്രാം എനിക്ക് മുകളിലത്തെ എലിപ്സ് വരയ്ക്കാനും ഉപയോഗിക്കാം. ഇനി ഞാനൊന്ന് ജസ്റ്റ് അത് കളയാണ്. ഓക്കെ, അത് കളയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ താഴത്തെ ആ എലിപ്സ് വരയ്ക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ താഴത്തെ എലിപ്സ് വരയ്ക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇത് പറഞ്ഞിരിക്കുന്ന നമുക്കറിയാവുന്ന സ്റ്റെപ്പ് തന്നെയാണ്. ഏറ്റവും എളുപ്പം വിദ്യയാണ് എലിപ്സ് വരയ്ക്കാനായിട്ട്. ഏതെങ്കിലും ഒരു കോർണർ സെലക്ട് ചെയ്യുക. ആ കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 സൈഡിൻ്റെ സെൻറ്ററിലേക്ക് ലൈൻസ് വരയ്ക്കുക. നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതാണ് എൻ്റെ കോർണർ. ഈ കോർണറിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ ലൈൻ ജോയിൻ ചെയ്തു. ഇനി അടുത്ത സൈഡിൻ്റെ സെൻറ്ററിലേക്ക് ഞാനിവിടെ ലൈൻ ജോയിൻ ചെയ്തു. അതേപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ഈ കോർണറിൽ നിന്നും നമുക്ക് ഇതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. ഇങ്ങനെ ഞാനത് റിപ്പീറ്റ് ചെയ്തു. അതായത് ഈ കോർണറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡിന്റെ സെന്ററിലേക്ക് ലൈൻ വരച്ചു. അതുപോലെ ഈ കോർണറിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡിന്റെ സെന്ററിലേക്ക് ലൈൻ വരച്ചു. ഇപ്പൊ എനിക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടി. ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്റർസെക്ട് ചെയ്തിരിക്കുന്ന ഈ പോയിന്റ് കണ്ടില്ലേ, ഈ പോയിന്റിൽ ഞാൻ കോമ്പസ് വെച്ച് ഈ ഡിസ്റ്റൻസ് ആർക്ക് എടുത്ത് ഒരു ആർക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് ഞാൻ ചെയ്യുന്നത് ഇവിടെ ഞാൻ കോമ്പസ് വെക്കുകയാണ്. ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഇത് ആർക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ട് ഞാൻ ഒരു ആർക്ക് കട്ട് ചെയ്യാണ്. അതിനുശേഷം അതേ പ്രൊസീജിയർ ഞാൻ താഴെ റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ ഞാൻ കോമ്പസ് വെച്ചിട്ട് ഇത്രയും ലെങ്ത് റേഡിയസ് ആയിട്ട് എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യാണ്. ഇനിയാണ് ഞാൻ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നത്. ഈ ആർക്ക് വരയ്ക്കാനായിട്ട് ഞാൻ ഇവിടെ കോമ്പസിന്റെ സെന്റർ വെച്ചിട്ട് ഇവിടെ റേഡിയസ് ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്യാണ്. അതേപോലെ തന്നെ ഞാൻ അപ്പുറത്തെ സൈഡും വരച്ച് കംപ്ലീറ്റ് ചെയ്യണം.
ഇപ്പോൾ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആവശ്യമില്ലാത്ത ലൈൻസ് ഒക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ താഴത്തെ എലിപ്സ്. ഇതേ പ്രൊസീജിയർ ഞാൻ മോള് റിപ്പീറ്റ് ചെയ്യണം. മോള് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ മുകളിൽ ഞാൻ ആ പാരലോഗ്രാം ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, സോ മുകളിൽ പാരലോഗ്രാം വരച്ചതിന് ശേഷം ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക, അതായത് കോർണറുകളിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൻ്റെ സെൻറ്ററിലേക്ക്. അപ്പോൾ ഞാൻ ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. കണ്ടോ, 60 mm നേർപകുതി എന്ന് പറയുന്നത് 30 mm ആണ്. സോ ഓരോ സൈഡിൻ്റെയും അവിടെ ഞാൻ 30 mm മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ആ കോർണറിൽ നിന്ന് കണ്ടോ ഓപ്പോസിറ്റ് ആയിട്ട്, ഈ കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിലേക്ക് ഞാൻ ഇവിടേക്ക് ഒരു ലൈൻ വരച്ചു. അതേപോലെ അപ്പുറത്തെ സൈഡിൽ ഞാൻ ഇത് വരച്ചു. ഇനി അടുത്ത കോർണർ ഞാൻ സെലക്ട് ചെയ്തു, എന്നിട്ട് ആ ഓപ്പോസിറ്റ് സൈഡുകളിലേക്ക് വരച്ചു. എന്നിട്ട് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു ആർക്ക് കട്ട് ചെയ്യാണ്. ഈ ആർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ കോമ്പസിന്റെ സെന്ററും ഇത്രയും ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ട് എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്തു. ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ താഴെയും. അതിനുശേഷം ഈ ആർക്ക് എന്ന് പറയുന്നത് ഇത് സെന്റർ ആക്കി എടുത്തുകൊണ്ട് ഇത്രയും ഡിസ്റ്റൻസ് റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് ഞാൻ ആർക്ക് കട്ട് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം റിപ്പീറ്റ് സെയിം ഫോർ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓൾസോ. അപ്പോൾ വി വിൽ ഗെറ്റ് ആൻ എലിപ്സ്, ടോപ്പ് എലിപ്സ് കിട്ടി. ഇനി ആവശ്യമില്ലാത്തൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് എനിക്ക് കിട്ടുന്ന രണ്ട് എലിപ്റ്റിക്കൽ ഷേപ്പുകൾ. അതിലൊരു ടോപ്പ് എലിപ്സ് ഉണ്ട്, ഒരു ബോട്ടം എലിപ്സ് ഉണ്ട്. ഇത് രണ്ടിനെയും കണക്ട് ചെയ്യണം. ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള പോയിന്റുകൾ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻസ് വരയ്ക്കാതെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഒരു ലൈൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഒരു ലൈൻ. അങ്ങനെ സിലിണ്ടർ ആകുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ, ആണോ കാണിച്ചു എനിക്ക്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഹെക്സഗൺ മോളിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതായത് നമുക്കിനി ഹെക്സഗണൽ പിരമിഡാണ് ഈ ഒരു സിലിണ്ടറിന്റെ മുകളിൽ വരയ്ക്കേണ്ടത്. സോ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിയാൽ കാണാം ഈ ലെഫ്റ്റ് സൈഡിൽ ഹെക്സഗൺ വരച്ചിട്ടുണ്ട്. ആ ഹെക്സഗണ് ചുറ്റും ഒരു സ്ക്വയർ ഉപയോഗിച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആ സ്ക്വയറിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 40/35 ആണ് എനിക്ക് വരുന്ന ഡയമെൻഷൻ. സോ അതേ 40/35 ഡയമെൻഷനിൽ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം ഞാൻ അതിന് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വരച്ചു കേട്ടോ. ഇതിൽ ഈ ഡയമെൻഷനാണ് 40 എന്ന് പറയുന്നത്, ആൻഡ് ദിസ് ഡയമെൻഷൻ ഇസ് 35. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം ഇതിന് നീളം കൂടുതലാണ്, ഇതിന് നീളം കുറവാണ്. സോ ഇത് 40-ഉം ഇത് 35 ആണ്. അങ്ങനെ വരച്ചു കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഈ ഷേപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡയഗണൽസ് ഞാൻ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യാൻ പറ്റും. നൗ ഇതാണ് എൻ്റെ ഹെക്സഗണിന്റെ സെന്റർ ആവാൻ പോകുന്നതും. സോ ഈ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസുകൾ ഞാൻ നോട്ട് ചെയ്യണം. ഇത് 65 mm ആണ്. സോ ഏകദേശം ഇതിന്റെ സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 32.5 mm ആണ്. 0.5 mm ഒന്നും ആക്യുറസിയിൽ നമുക്ക് ഒരിക്കലും സ്കെയിൽ എടുക്കാൻ പറ്റില്ല. സോ 32 mm നിങ്ങൾ എടുത്തോളൂ. 32 mm ആണ് അതിന്റെ കോർണറിൽ നിന്ന് സെന്റർ വരെയുള്ള ദൂരം. അതുപോലെ ടോപ്പിൽ നിന്ന് ഏകദേശം 38 എന്ന് പറയുമ്പോൾ 19. സോ അതേ ഡയമെൻഷൻ ഉപയോഗിച്ച് ഇതിന്റെ സെന്റർ നിങ്ങൾ നോക്കി, അതായത് സെന്ററിൽ നിന്ന് എൻ്റെ ഹെക്സഗണിന്റെ ആ ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, ഹെക്സഗണിന് ചുറ്റുമുള്ള ഈ ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ആ സ്ക്വയറിന് ഞാൻ ഐസോമെട്രിക് ആയിട്ട് വരച്ചാൽ അതിന്റെ സെന്ററിൽ നിന്ന് ഏറ്റവും റൈറ്റ് എൻഡിലേക്കുള്ള ദൂരം 32 ആയിരിക്കും, ലെഫ്റ്റ് എൻഡിലേക്കുള്ള ദൂരം 32 ആയിരിക്കും, മുകളിലേക്ക് 19, താഴേക്ക് 19. സോ ഈ രീതിയിൽ വേണം ഞാനിത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. സോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തതാണ് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഷേപ്പ്. ഓക്കെ, ഇതിന്റെ ഈ സെന്ററിൽ നിന്ന്, അതായത് ഈ മുകളിലത്തെ സർക്കിൾ അല്ലെങ്കിൽ എലിപ്സിന്റെ സെന്റർ തന്നെ ഇതിന്റെ സെന്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഏകദേശം 32 റൈറ്റിലേക്കും 32 ലെഫ്റ്റിലേക്കും 19 മുകളിലേക്കും 19 താഴേക്കും വെച്ച് കൺസ്ട്രക്ട് ചെയ്താണ്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ സ്ക്വയറിൽ എവിടെയാണ് എൻ്റെ ഹെക്സഗണിന്റെ പോയിന്റുകൾ വരുന്നത്, 6 പോയിന്റുകൾ വരുന്നത്, അത് ഞാൻ മാർക്ക് ചെയ്യണം. സോ നിങ്ങൾ നോക്കിയാൽ കാണാം, ആദ്യം ഏകദേശം 35 ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. അതിനർത്ഥം ഏകദേശം 17.5 എൻ്റെ ഈ ഒരു പോയിന്റ് വരുന്നത്. ഇവിടെയും അത് തന്നെയാണ്, 17.5 വരും. സോ 17 mm ആ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. പിന്നെ ഞാൻ നോക്കിയാൽ കാണാം മുകളിലും താഴെയും 17 mm ഞാൻ മാർക്ക് ചെയ്തു. എനിക്ക് ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഏകദേശം 10 mm ഇവിടെ നിന്നും ഏകദേശം 10 mm ആണ് ഈ രണ്ട് പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ 10 mm ഡിസ്റ്റൻസ് ഞാൻ എൻ്റെ പ്ലോട്ടിൽ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ആ 10 mm ഞാൻ മാർക്ക് ചെയ്യാണ്. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് നോക്കാം 17, 10 ഉണ്ടോ. സോ ആ ഡിസ്റ്റൻസ് 17, 10 എന്നുള്ള ഡിസ്റ്റൻസ് ഞാൻ എല്ലാ പോയിന്റുകളിലും മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് എൻ്റെ ഹെക്സഗൺ വരച്ചു. ഓക്കെ, മുകളിലത്തെ ഹെക്സഗൺ ഞാൻ വരച്ച് കൺസ്ട്രക്ട് ചെയ്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത ലൈൻസ് ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. നിങ്ങളുടെ അത് ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് ഇരുന്നോട്ടെ, പക്ഷേ ഹെവി ആയിട്ട് അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ട് കാണേണ്ട പോർഷൻസ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇത്രയാണ് നിങ്ങളുടെ ഡയഗ്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു സർക്കിൾ ഉണ്ടാവും, ആ സർക്കിളിൻ്റെ മുകളിൽ വേറൊരു സർക്കിൾ, പിന്നെ അതിൻ്റെ അടുക്കായിട്ട് ഒരു ഹെക്സഗൺ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെക്സഗൺ ഹൈറ്റ് കൊടുക്കുക. ഹൈറ്റ് 40 mm ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സോ ആ ഹൈറ്റ് 40 mm ഞാൻ എല്ലാ പോയിന്റിൽ നിന്നും കൊടുത്തു. എന്നിട്ട് മുകളിലത്തെ ആ ഹെക്സഗൺ കൂടെ വരച്ച് കംപ്ലീറ്റ് ചെയ്യും. സോ ഇതാണ് എൻ്റെ ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത്. ഈ ഐസോമെട്രിക് വ്യൂ വരച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരച്ച് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്.
ഓക്കെ. സോ ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് ഇവിടെ നിന്ന് നേരെ പ്രൊജക്ഷൻസ് മുകളിലേക്ക് വരയ്ക്കാം. മുകളിലേക്ക് വരച്ചിട്ട് താഴെ ഇവിടെ നമുക്ക് ഈ ഏറ്റവും അറ്റത്തുനിന്ന് നമുക്ക് മുകളിലേക്ക് പ്രൊജക്ഷൻസ് വരയ്ക്കാം. ഇവിടെ നമുക്ക് ഒരു പ്രൊജക്ഷൻ വരച്ചു. ഫ്രണ്ട് വ്യൂ വരയ്ക്കാനാണ് കേട്ടോ. സോ താഴെ സിലിണ്ടർ ആണ്, അതിന്റെ ഹൈറ്റ് 20 mm ആണ്. സോ 20 mm ഹൈറ്റ് കൊടുത്ത് ആ മുകളിലത്തെ ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ. സിലിണ്ടർ ഷേപ്പ് താഴത്തെ വരച്ചു. ഇനി വേണ്ടത് ഹെക്സഗൺ ആണ്. അതിനുവേണ്ടി ഹെക്സഗണിന്റെ എഡ്ജസിൽ നിന്ന് ഞാൻ പ്രൊജക്ഷൻ ലൈൻസ് നേരെ റേസ് ചെയ്യാം. 40 mm ആണ് അതിന്റെ ഹൈറ്റ്. സോ 40 ഇവിടേക്ക് കൊടുക്കുക. പിന്നെ വരാൻ പോകുന്നത് ഈ പോയിന്റുകളിൽ നിന്നുള്ള ലൈൻസ് ആണ്. സോ അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് ഇവിടെയും 40 mm ഹൈറ്റ് കൊടുക്കാം. പിന്നെ അതേപോലെ ഈ പോയിന്റുകളിൽ നിന്നും പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇവിടെ നിന്നും 40 mm ഹൈറ്റ് കൊടുക്കുക. പിന്നെ അതേപോലെ ഈ പോയിന്റിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്യണം. ഇവിടെയും 40 mm ഹൈറ്റ് കൊടുക്കുക. ഹൈറ്റ് കൊടുത്തത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലത്തെ പോർഷൻ റെഡിയായി. ഇത് പ്രൊജക്ഷൻ ലൈൻസ് ആണ്. ഇത് ലൈറ്റ് ആയിട്ട് വരയ്ക്കാനേ പാടും, അല്ലെങ്കിൽ മാച്ച് കളയാം. ഇതിന്റെ ആവശ്യം ഇല്ല. ഓക്കെ. സോ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഇതാണ് എൻ്റെ ടോപ്പ് വ്യൂ, ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ, ഇതാണ് എൻ്റെ ഐസോമെട്രിക് വ്യൂ. ഇത്രയും വരച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. നെയിമിംഗ് കൊടുക്കണം. നെയിമിംഗ് കൊടുക്കേണ്ടത് സമയം അനുസരിച്ച്. നെയിമിംഗ് ഒരുപാട് മാർക്കൊന്നുമില്ല, കാരണം നിങ്ങളുടെ ലാസ്റ്റ് മൊഡ്യൂളിൽ ഈ ഐസോമെട്രിക് വ്യൂവിൽ നെയിമിങ്ങിന് അത്ര വലിയ പ്രാധാന്യമില്ല. എന്നാലും നെയിമിംഗ് കൊടുക്കാൻ പറ്റിയാൽ പരമാവധി യു ക്യാൻ സ്കോർ ഫുൾ മാർക്സ്.